കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 19 വൈകുന്നേരം 4 മണി വെള്ളിയാഴ്ചയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പ്രത്യേക അന്തരീക്ഷവും ദുബായിലുണ്ടാകുന്ന ഫ്ലഡും എല്ലാം വലിയ രീതിയിൽ നമ്മളെ യാത്രകളെ ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് വെക്കേഷൻ പോകുന്ന യാത്രകളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ ഷെഡ്യൂളുകൾ ഈ മാസം ഏപ്രിൽ 30 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏപ്രിൽ 30-ന് ശേഷം ഫ്ലൈറ്റ് ഉണ്ടാകുമോ എന്ന കാര്യം ഏപ്രിൽ 30-ന് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലിപ്പോഴുള്ളത്. അതുപോലെ തന്നെ ഫ്ലൈ ദുബായിയുടെ ഒരു ഫ്ലൈറ്റ് ഇന്നലെ 3 ദിവസങ്ങൾക്ക് ശേഷം ദുബായ് ടു ടെൽ-അവീവ് സെക്ടറിൽ ഒരു ഫ്ലൈറ്റ് ഇന്നലെ രാത്രി 12 മണിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്ന നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റുകൾ ഇനിയൊരു 1 വീക്കിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലൈ ദുബായിയുടെ എമിറേറ്റ്സിൻ്റെയോ ദുബായ് കണക്റ്റഡ് ആയിട്ടുള്ള അർക്കിയ അടക്കമുള്ള ദുബായ് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ ഒരാഴ്ചത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം, ദുബായ് എന്ന് പറയുന്നത് വലിയൊരു ടൂറിസം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസിറ്റ് ഹബ്ബാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള യാത്രക്കാർ ദുബായ് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ദുബായിൽ നിന്നും അല്ലെങ്കിൽ ദുബായ് വഴിയുള്ള ട്രാൻസിറ്റ് നിലവിൽ അവിടെയുള്ള ആളുകളെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം, അവരുടെ യാത്ര സേഫായതിനു ശേഷം മാത്രമേ തുടർന്നുള്ള ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ഫ്ലൈ ദുബായ് അല്ലെങ്കിൽ എമിറേറ്റ്സ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ കൂടുതൽ ആളുകളും ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻസലായ ഫ്ലൈറ്റുകൾ അടുത്ത ദിവസങ്ങളിലെല്ലാം 20, 21, 22 ഫ്ലൈറ്റ് ക്യാൻസലായതുകൊണ്ട് ആ ഫ്ലൈറ്റ് ക്യാൻസലായ ഡേറ്റുകളിൽ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെയോ ഫ്ലൈ ദുബായിയുടെയോ ക്യാൻസലായ ഡേറ്റുകളിൽ കൂടുതലും ആളുകൾ എത്യോപ്യൻ എയർലൈൻസും അസർബൈജാൻ എയർലൈൻസൊക്കെയാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഭാഗ്യമെന്ന് പറയാമല്ലോ, നമ്മുടെ 100% ടിക്കറ്റുകളും മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്ന് വെളുപ്പിന് 5 മണി മുതൽ ഏകദേശം 3:30 മണി വരെ ഇരുന്ന് നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു. അതുപോലെ ആളുകൾ ഒരുപാട് പേര് നന്നായിട്ട് നമ്മളോടായിട്ട് സഹകരിച്ചു, നമ്മളിൽ വിശ്വാസം അർപ്പിച്ചു. നമ്മുടെ 100% ടിക്കറ്റുകളും നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് പല ട്രാവൽ ഏജൻസികളിൽ നിന്നും ട്രാവൽ ഏജൻറ്റുമാരിൽ നിന്നും എടുത്തവരും ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവരും എല്ലാം ഒരുപാട് പേര് നമ്മളെ സമീപിച്ചു. നമുക്ക് പറ്റും വിധമൊക്കെ നമ്മൾ ഒരുപാട് പേരെ എല്ലാവരെയും തന്നെ സഹായിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഫെയർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ടിക്കറ്റ് കിട്ടിയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് പണം നഷ്ടപ്പെട്ടു ഇതിലൂടെ. അതുപോലെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത ഒരുപാട് പേര്, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇൻ്റർനാഷണൽ ടിക്കറ്റ് ഒരിക്കലും ഓൺലൈനിൽ എടുക്കരുത്. അത് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ട്രാവൽ ഏജൻസി ഉണ്ടല്ലോ, അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്താഗതി വരും. ഒരിക്കലുമല്ല. പക്ഷേ ഓൺലൈനിൽ ഒരിക്കലും നമ്മൾ ഇൻ്റർനാഷണൽ ടിക്കറ്റുകൾ എടുക്കരുത്. സ്കെഡ്യൂൾ ചേഞ്ചോ അല്ലെങ്കിൽ ക്യാൻസലേഷനോ വന്നു കഴിഞ്ഞാൽ പുതിയൊരു കണക്ഷൻ അഡ്വൈസ് ചെയ്യാനോ റീഷെഡ്യൂൾ ചെയ്യാനായിട്ടോ നമുക്ക് ഓൺലൈനിൽ എപ്പോഴും ഓൺലൈൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് എയർലൈൻ കസ്റ്റമേഴ്സിന്, ട്രാവൽ ഏജൻസി കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ്, എയർലൈൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു തേർഡ് പാർട്ടി ഓൺലൈൻ അവരെപ്പോഴും എടുക്കത്തുള്ളൂ. ഇന്നാണ് ഈ പോലും എയർപോർട്ടിൽ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റും ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റും ക്യാൻസലാണ്. പക്ഷേ അവർക്ക് സ്വമേധയാ ടിക്കറ്റുകൾ എടുത്ത ആളുകൾക്ക് ടിക്കറ്റ് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. നേരെ മറിച്ച് ട്രാവൽ ഏജൻസിയാണ്, ട്രാവൽ ഏജൻസിക്ക് ഒരു സപ്ലയർ ഉണ്ടാവും, അല്ലെങ്കിൽ എയർലൈൻ സ്റ്റാഫുമായിട്ട് അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാവും, അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അതുമാത്രമല്ല, ഇവരിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് ഈസി ആയിട്ട് ടിക്കറ്റുകൾ മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും. കണക്ഷനുകൾ കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ ടിക്കറ്റിനകത്തും കുറച്ച് ട്രിക്സ് ഉണ്ട്. നമുക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ സീറ്റ് ഫേക്ക് ചെയ്ത് വെക്കാനോ, അങ്ങനെ ഒരുപാട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കറിയാം, ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഓൺലൈനിൽ എടുക്കുന്നവർക്ക് എപ്പോഴും ഒരു സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ കിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ പോലും എയർപോർട്ടിൽ എല്ലാവർക്കും തന്നെ എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് ഡയറക്റ്റ് ട്രാവൽ ഏജൻസി വഴിയോ അല്ലെങ്കിൽ എമിറേറ്റ്സിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തവർക്ക് അവർ മാറ്റി കൊടുത്തു. പക്ഷേ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്ത ആളുകൾക്ക് അവർ മാറ്റി കൊടുക്കുന്നില്ല. അവർ പറയുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ആളുകളുമായിട്ട് സംസാരിക്കുക, അവർ മാറ്റിത്തരും. അതുപോലെ തന്നെ പലർക്കും അറിയില്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, ഇതിന് റീഫണ്ട് എമൗണ്ട് എങ്ങനെ കിട്ടും എന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിലവിൽ പറയാനുള്ളത്. നാട്ടിൽ ലീവിന് പോയിട്ടുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഹറിവറിയായിട്ട് കയറി വരേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ നമുക്കറിയില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ഗതി പോകുന്നതെന്നും. ഇസ്രായേൽ ഇറാൻ പ്രശ്നം നേരിട്ട് ഹമാസുമായിട്ടുള്ളൊരു യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് ഇറാനുമായിട്ടും ഒക്കെ നേരിട്ട് യുദ്ധം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നെത്തുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ വിലയിരുത്തുന്നതിൽ വെച്ച് പെട്ടെന്ന് കയറി വരേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ അടിയന്തരമായിട്ടും തീർച്ചയായിട്ടും അവൈലബിൾ ആയിട്ടുള്ള കണക്ഷൻ ഏതാണോ അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നാട്ടിൽ പോകുന്നത് വളരെ അത്യാവശ്യമല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ വലിയൊരു തുക കൊടുത്ത് ടിക്കറ്റ് എടുക്കാതെ അതേ എയർ ഇന്ത്യയുടെ കാര്യമല്ല കേട്ടോ, എയർ ഇന്ത്യ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരുപാട് പ്രാവശ്യം തെളിയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ തിരക്കൊക്കെ കഴിയുമ്പോൾ എയർ ഇന്ത്യ വീണ്ടും 32,000 ടിക്കറ്റുമായിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും.
കുറേ നാൾ കഴിയുമ്പോൾ കുറേ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ അവർ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കളയും, അല്ല ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്ത് കഴിയും. ആലുങ്കാവ് പൂക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് എയർ ഇന്ത്യയുടെ കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടുള്ളവർ വലിയ എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കാതെ അവൈലബിൾ ഷെഡ്യൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ എന്നാണോ ആ എയർലൈൻ്റെ ടിക്കറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഫ്രീ ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും തന്നെ നമുക്ക് നിലവിൽ ക്യാൻസലേഷൻ പൈസ എത്രയാണോ വന്നിട്ടുള്ളത് അതിൻ്റെ അഡീഷണൽ പൈസ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അതല്ലാതെ മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വൺ വേ ട്രാവൽ ചെയ്ത് എയർ ഇന്ത്യ കണക്ഷനുകളുണ്ട്. അതിൻ്റെ റിട്ടേൺ എമൗണ്ട് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എയർലൈനിൽ നിന്ന് അപ്രൂവ് ചെയ്ത് റീഫണ്ടിൻ്റെ എമൗണ്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ ആ ഡിഫറൻസ് എമൗണ്ട് മേടിച്ചുകൊണ്ട് മാത്രം നമുക്ക് എയർലൈനിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. എയർ ടിക്കറ്റ് സംബന്ധമായ ഏതൊരു കാര്യത്തിനും ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്